ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ ഇന്ന് സയൻസ് ഫെസ്റ്റ് ആണ്. അതായത് സുവോളജിയും ബോട്ടണിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നടത്തുന്നതാണ്. ബാക്കിയുള്ളവരെ എല്ലാവരും ട്രിപ്പ് പോയിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ സ്റ്റേറ്റിലോ മാത്സിലോ ഫിസിക്സിലോ അങ്ങനെ പരിപാടിയില്ല. നമ്മൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലോ മാത്രമാണ് പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫുള്ള് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ നേരെ കോളേജിൽ പോയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. ഇപ്പം എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്, മുണ്ട്, ഒരു പച്ച ഷർട്ട്. നമ്മുടെ ബോട്ടണിയിലെ കോഡ് എന്ന് പറയുന്നത്, ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേക ഏതെങ്കിലും ഒരു പച്ചയാണ്, പച്ച ഷെയ്ഡുള്ള ഏതെങ്കിലും ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ എൻ്റെ ഒരു പച്ച ഉള്ളതുകൊണ്ട് ഇതിട്ട് അപ്പോൾ ലെറ്റ്സ് ഗോ. അക്ഷയ് കാറിൽ കാടൊക്കെ ഇളക്കി കൊണ്ടുപോയി. അങ്ങ് പോ, നേരെ സയൻസ് ബ്ലോക്കിന്റെ ഫ്രണ്ടിൽ പോ. കാറില്ല അമ്പോ നാടൻ പട്ടിക്ക് ഷൂസാ. വിച്ച് ഈസ് ദിസ് ബ്രോ, ദിസ് കാർ? ദിസ് ഈസ് സിംപ്ലി എ മാരേജ് കാർ. മച്ചാന്റെ വീട്ടുകാർ സെറ്റപ്പ് ആണ്. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ പയ്യന്മാർ എല്ലാവരും കൂടെ ആയിട്ട് അച്ചിമല വീട് വരെ പോകണം. അതായത് കുറച്ച് ഓല അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. അക്ഷയ് അവന്റെ കാറും എടുത്ത് നേറ്റിങ്ങരയിൽ രാവിലെ വെളുപ്പിൽ ഇവിടെ വന്നിരിക്കുന്നതാണ് പറയണത്. അപ്പോൾ ഇനി നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഓല എടുത്തിട്ട് നമ്മൾ നേരെ കോളേജിൽ പോകും. ക്ലാസ്സിൽ അവിടെ ഫുള്ള് കാടാക്കിയാണ് ഇപ്പോൾ ഇളക്കി വെച്ചിരിക്കുന്നത്. അതിനെ ഫുള്ള് സെറ്റ് ചെയ്യണം. 9:30 പരിപാടി. ഇപ്പോൾ തന്നെ 8:30 കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് തട്ടിക്കൂട്ടി. നമുക്ക് 2 താമരാശമുള്ള വണ്ടി ഉണ്ട്. ഒന്ന് കോളേജിലും ഒന്ന് ഇതായിരിക്കും ഓല മടഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. 5 മേലെ ബേക്കറിയാണിത്. ഗൈസ്, അങ്ങനെ നമ്മുടെ കോളേജിൽ കയറാൻ പോകുന്നു. പിള്ളേരുണ്ടെങ്കിൽ പുഴുക്കും. എല്ലാവരും ഉണ്ടല്ലോ. ഓല ഓല ഓക്കേ. അപ്പോൾ നമ്മുടെ സയൻസ് ഫെസ്റ്റ് തുടങ്ങാനായിട്ട് പോയാണ്. കോളേജിൽ അവിടെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ഇപ്പോൾ വരും. ഇത് കാണിച്ചു പറഞ്ഞാൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് സാധനങ്ങൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റോള് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾ ഇൻ ഓൾ ആയതുകൊണ്ട് ഇതൊന്നുമില്ല. അതെന്തായാലും ഞാൻ കാണിക്കാം. ഇതിൻ്റെ അകത്ത് ഉദ്ഘാടനം കഴിഞ്ഞില്ല. നാളെ അതേപോലെ കെട്ടി വെച്ച് നാളെ തന്നെയാണ് അതിനെ പറയണേ. അങ്ങനെ പറയാൻ പൂമാല അത് മതി. CPL ഒരു പണിയെടുക്കാതെ വരുന്ന കേസ്. ഡ്രസ് കോഡ് പോലും ഇല്ല. നമ്മുടെ പച്ച ഇട്ടോണ്ട് വരാൻ പറഞ്ഞു. കറുപ്പാണ്. ഇനി ഇവിടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അതിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയി കാണിക്കാം. തടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. ചോര കണ്ട എന്തേ രണ്ടുപേരും മാച്ച് ഡ്രസ് നീ ഇട്ടിങ്ങനെ ആ കളറൊക്കെ നോക്കളിയാ. ഇത് വേറെ പച്ചയാണ് ബ്രോ. അത് ചാണാ പച്ചയാ. ആ അല്ല, ഏത് ഇതാ വരയ്ക്കണേ? ഇതിൽ ഈ തൊപ്പി മാത്രം. നിന്റെ അവസാനം വേറെ എന്തെങ്കിലുമൊക്കെ വരും. കണ്ടില്ലേ ഇവിടെ ട്രഷർ ഹണ്ടിന്റെ സാധനങ്ങളൊക്കെ അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ അത്, പിന്നെ ഇവിടെ തട്ടുകട കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ. പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് ബ്രോ?
ബോക്സ് മുട്ടപ്പായൽ. ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത്. ഇതെന്താണ്? അതന്നെ, അതിന്റെ പഞ്ഞ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഫുഡ് ഫെസ്റ്റിവൽ ഏകദേശം കഴിഞ്ഞു. ഫുഡ് ഫെസ്റ്റിവലോട് എക്സിബിഷൻ അങ്ങനെ കുറേ പരിപാടി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ വ്ലോഗ് എടുക്കാനായിട്ട് പറ്റില്ല, കാരണം കുറച്ച് തിരക്കായിരുന്നു. ഫുള്ള് ഒഴിഞ്ഞ് കിടക്കണില്ല. പിന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കൊണ്ടുവരാൻ പറ്റുന്ന തോന്നി ഇതെല്ലാം അഴിക്കണം. പരിപാടി ഗൈസ് കണ്ടല്ലേ, ഇതില് മാതള നാരങ്ങയല്ലേ? കമ്പിളി നാരങ്ങ. കറി വെക്കണത് അത് തന്നെ കണ്ട. തന്നെ കണ്ടാ ഗൈസ്? പക്ഷെ ചീറ്റിപ്പോയി ഗൈസ്. കൊള്ളൂല. ഭയങ്കര ഹൈപ്പായിട്ട് വെച്ചിരുന്ന സാധനം. അല്ല, യാതൊരു ടീച്ചർ എടുത്തോണ്ടാണ്, മലയാളം ടീച്ചറാണ്. ടീച്ചർ ഒരെണ്ണം എടുത്തോണ്ട് അത് എന്തെങ്കിലും കാണുമോ ഡൗട്ട്. ഇനി ഇത് എടുത്ത് തിന്നി വരും. അങ്ങനെ ഉള്ളവരാണ്. ഒരു തൊലിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, തറയെ വീണത്. ജൂനിയേഴ്സ് പിള്ളേർക്കെങ്കിലും കൊടു വേണ്ടെങ്കിൽ കൊള്ളാം. ഈ റൂമിലായിരുന്നു പിള്ളേർക്ക് പ്രൊജക്ടറിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിരുന്ന റൂം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടാ. അതെല്ലാം അഴിച്ചു മാറ്റി. ഇപ്പം തന്നെ സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇറങ്ങാൻ സമയമായി. അതെ അതെ, ഒരു തലവഴിയാളിയാ. ഗൈസ് കുറെ സാധനങ്ങളുമായിട്ട് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഇത് അക്ഷയ് വീട്ടിൽ നിന്നൊക്കെ എടുത്തോണ്ട് വന്നേ കേട്ടാ, ഈ ചെടികൾ, പിന്നെ കർട്ടൻ, ഇത് എല്ലാം. എടുക്കാം നമുക്ക്. താങ്ക് യു. ഓ താങ്ക് യു. താങ്ക് യു.